വയനാട്ടിലും ഷിരൂരിലും ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ഷിരൂരിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. അവിടെ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നേവി ഉൾപ്പെടെയുള്ളവരുടെ കോർഡിനേറ്റഡ് എഫേർട്ടൊക്കെ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മുങ്ങൽ വിദഗ്ധർ, വിവിധ ഏജൻസികളുടെ മുങ്ങൽ വിദഗ്ധർ അടിത്തട്ടിൽ പോയി 15 മിനിറ്റോളം നേരം ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ, വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധനകൾ അത് തുടരുകയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയാണ് ആ സംഘത്തിൽ ഉള്ളത്. NDRFന്റെയും SDRFന്റെയും ഉദ്യോഗസ്ഥരും ആ സംഘത്തിന്റെ ഭാഗമായുണ്ട്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. രക്ഷാദൗത്യം അത് തുടരുകയാണ്. അർജുനെ കണ്ടെത്താൻ കഴിയുമോ, അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന തിരച്ചിലാണ് ഇന്ന് പുരോഗമിക്കുന്നത്. അനുകൂലമായ കാലാവസ്ഥയാണ് ഷിരൂരിൽ. നേരത്തെ ഗംഗാവലിയിൽ വലിയ ഒഴുക്കായിരുന്നുവെങ്കിൽ ഇന്ന് അല്പം ഒഴുക്കുൾപ്പെടെ കുറഞ്ഞ അനുകൂല സാഹചര്യത്തിലാണ് ഇപ്പോൾ മാൽപ്പെ ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ അവിടെ നടത്തുന്നത്. നിരവധി തവണ 10 മണി മുതൽ തുടങ്ങിയ തിരച്ചിൽ നിരവധി തവണ മുങ്ങി താണ് 10 മിനിറ്റും 15 മിനിറ്റും അടിത്തട്ടിൽ പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇതിനിടയിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ടെത്തിയത് ഒരു ട്രക്കിന്റെ ഭാഗമാണ് എന്ന വിവരം വന്നു. അതിന് പിന്നാലെ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ മറ്റ് ചില ലോഹഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഫെലിക്സ് ആണ് ചേരുന്നത്. ഫെലിക്സ്, ഈ മണിക്കൂറിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? പ്രത്യേകം ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിപ്പോൾ നേവിയും ഈശ്വർ മാൽപ്പയും ഒരേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാര്യമെന്നത്. അതായത് ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു കൃത്യമായ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരേ സമയം മാൽപ്പയും നേവിയും ഒരേ സമയം അവിടെ പരിശോധന നടത്തുന്നു എന്നതാണ്. അതായത് മാൽപ്പ അവിടെ മുങ്ങി പരിശോധന നടത്തുന്നു, അതേസമയം നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധനും അതേ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുകയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന ട്രക്കിന്റെ ഭാഗം, അതായത് ട്രക്കിന്റെ ജാക്കി കണ്ടെത്തിയ, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തായാണ് ഇപ്പോൾ ഈ നേവിയും ഈശ്വർ മാൽപ്പയും ഒരേ സമയം ഒരേ സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. അവിടെയുള്ള തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ നേവിയുടെ സംഘവും ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയും അവിടെ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ പരിശോധന നടത്തുകയാണ്. പക്ഷേ പുതിയ കാര്യങ്ങളൊന്നും തന്നെ, നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് പുതിയ കണ്ടെത്തലുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടയ്ക്ക് ചില ലോകഭാഗങ്ങളൊക്കെ ഈ ബോട്ടിലേക്ക് മുങ്ങിപ്പോയി. ഒരു 10 മിനിറ്റിലധികം 15 മിനിറ്റോളം താഴ്ന്നു പോയി പരിശോധിച്ച നേവിയിലെ മുങ്ങൽ വിദഗ്ധൻ കുറെ ലോകഭാഗങ്ങളൊക്കെ ആ ബോട്ടിലേക്ക് കൈമാറുന്നുണ്ടായിരുന്നല്ലോ. അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ സതീഷ് കൃഷ്ണസേനി MLA നേരത്തെ ഈ ബോട്ടിൽ കയറി പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ സംഘത്തിനൊപ്പം പോയതിനു ശേഷം തിരികെ വന്നിട്ടുണ്ടോ? AK അഷ്റഫ് MLAയും ഈ സംഘത്തിനൊപ്പം പോയിട്ടുണ്ടോ? സതീഷ് കൃഷ്ണ സെയിൽ MLA ആണ് പോയത്. അദ്ദേഹത്തിനൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു. പക്ഷേ AK അഷ്റഫ് MLA പോയിരുന്നില്ല. അദ്ദേഹവും തിരികെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നേരത്തെ കളക്ടർ വന്നിരുന്നു, ഒപ്പം തന്നെ കാർവാർ SP-യും ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അവരും ആയി ഇപ്പോൾ നേരത്തെ MLA സതീഷ് കൃഷ്ണ സെയിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ, ആ ലോഹഭാഗങ്ങൾ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഔദ്യോഗിക സ്ഥിരീകരണം നേവിയുടെ ഭാഗത്തുനിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും നേവിക്കൊപ്പമായിരുന്നില്ല, NDRF സംഘത്തിനൊപ്പമാണ് ഈ MLA-മാർ അടങ്ങുന്ന സംഘം പുഴയിൽ തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നേവിയും ഈശ്വർ മാൽപ്പയും തെരച്ചിൽ നടത്തുന്നത്. അതായത് കൃത്യമായ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തെരച്ചിലേക്ക് നീങ്ങുന്നു എന്നതാണ്. നേരത്തെ നേവിയും NDRF സംഘവും പലയിടങ്ങളിലാണ് പരിശോധനകളും തെരച്ചിലും ഒക്കെ തന്നെ നടത്തിയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്ഥലം കേന്ദ്രീകരിച്ച്, അതിപ്പോൾ ഈ പറയുന്ന പുഴയിൽ നിന്നും ഏതാണ്ട് പുഴയുടെ തീരത്ത് നിന്നും ഏതാണ്ട് ഒരു 30 മീറ്റർ നീളമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറമേ നിന്നുള്ള കാഴ്ചയിൽ. അങ്ങനെ ഈ 30 മീറ്റർ അപ്പുറത്ത് ആണിപ്പോൾ അവിടെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഈശ്വർ മാൽപ്പയും ഒരേ സമയം അവിടെ പരിശോധന നടത്തുന്നത്. പക്ഷേ ആ പരിശോധനയിൽ ഇതുവരെയും ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പുതിയ അതായത് ലോഹഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നേരത്തെ കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ ഈ ട്രക്കിൻ്റെതാണ്, അർജുൻ്റെ ട്രക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും പുതിയ പരിശോധന എന്ന് പറയുന്നത് നേരത്തെ തെരച്ചിൽ നടത്തിയ സ്ഥലത്തല്ല, അല്പം മാറി മറ്റൊരു സ്ഥലത്തേക്ക് തെരച്ചിൽ നീങ്ങി എന്നതാണ്. അവിടെ എന്തുകൊണ്ട് ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി എന്നത് ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും പ്രത്യേക സിഗ്നലോ മറ്റോ കിട്ടിയിട്ടുണ്ടാകാമെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് ഇപ്പോൾ ഈ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഈശ്വർ മാൽപ്പയും അതിനോടൊപ്പം ആ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. ഒപ്പം NDRF-ൻ്റെ സംഘമുണ്ട്, SDRF-ൻ്റെ സംഘമുണ്ട്. അങ്ങനെ വിവിധ സേനാ അംഗങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. പ്രത്യേകിച്ചും 2.1 knots ആണ് ഇപ്പോഴത്തെ ഒഴുക്കിൻ്റെ വേഗത എന്നതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ വിസിബിലിറ്റി കൂടുതലാണ് എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ വിസിബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ മുങ്ങി താഴെ ചെന്ന് തിരച്ചിൽ അടിത്തട്ടിൽ ചെന്ന് തെരച്ചിൽ നടത്താനൊരു സാധ്യതയും സാഹചര്യവും ഇപ്പോൾ ഏറെ അനുകൂലമാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് ചില സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് മുങ്ങൽ വിദഗ്ധർ അവിടെ കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംയുക്തമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നേവിയുടെ ഉദ്യോഗസ്ഥനും ഒപ്പം ഈശ്വർ മാൽപ്പയും ഒരേ ഭാഗത്ത് തന്നെ തിരച്ചിൽ മുങ്ങിത്തപ്പി തിരച്ചിൽ തുടരുകയാണ്.